ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാം. ജീവിതാരോഗ്യം, ജീവിതത്തെ ആരോഗ്യമായി നിലനിർത്തേണ്ടുന്ന പല കാര്യങ്ങളും, നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട പല കാര്യങ്ങളുമാണ് നാം സംസാരിച്ചു വരുന്നത്. അതിൽ നമ്മൾ വളരെ പുണ്യമെന്ന് കരുതുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ അതിന്റെ ആരോഗ്യകരമായ അവസ്ഥയിൽ നിന്നും വഴിമാറ്റാറുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഇന്നലെ യാദൃശ്യമായിട്ട് നിരൂപണത്തിന്റെ സമയത്ത് കേട്ടു. അത് വിദ്യ എന്നതാണ്. വിദ്യയെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വിദ്യയെ എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തിനാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ആദ്യം വിദ്യ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് നമ്മളിവിടെ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. Education is a strategy that induces deviation in spontaneous systems. സഹജമായ അവസ്ഥയിൽ നിന്നും വഴിതിരിക്കുന്ന സാങ്കേതികതയാണ് വിദ്യ. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരുന്ന ബോൺസായി സ്വാഭാവികമായി വളരേണ്ടുന്ന ഒരു ചെടിയാണ്, ഒരു മരം. അതിന്റെ പരിധികളെ നമ്മുടെ കൽപ്പനകൾക്കനുസരിച്ച് ഒതുക്കി തീർത്തപ്പോ, ചെറുതാക്കി കൊണ്ടുവന്നപ്പോ, അത് എല്ലാ അർത്ഥത്തിലും ചെറുതായ വളർച്ചയുള്ള ഒരു സത്തയായി മാറി എന്നതാണ് ഉണ്ടായത്. അവിടെ നമ്മൾ ഉപയോഗിച്ച തന്ത്രം എന്താണ്? സഹജമായി വളരുന്ന ഒരു ജൈവസത്ത, സഹജാവബോധത്തിലൂന്നിയ ഒരു ജൈവസത്ത, അതിന് ആ വളർച്ചയ്ക്ക് സഹായിക്കുന്ന പ്രകൃതി നിയമങ്ങളെ അറിഞ്ഞ് അവയിൽ ചില ഭേദഗതികൾ വരുത്തി നമ്മുടെ യുക്തിക്ക് യുക്തമാകുന്ന നിരക്കിൽ, ആ ഗതിയിൽ, ആ രീതിയിൽ അതിന് ചില പരിധികൾ ഉണ്ടാക്കിക്കൊടുത്ത്, കൃത്രിമമായി ഉണ്ടാക്കിക്കൊടുത്ത്, അതിന് ആ ചെടിയുടെ വളർച്ചയെ, സ്വാഭാവികമായ വളർച്ചയെ തന്നെ ഗതി തിരിച്ചു വിടുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്തത്. ചെയ്തപ്പോ ആ ചെടി വളരെ ചെറുതായ, കുള്ളനായ ഒന്നായി മാറി. ചതുരപ്പെട്ടിയുടെ രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീടുകളുടെ അകത്ത് രസകരമായ മരമേശകളുടെ മുകളില് അല്ലെങ്കിൽ മര സ്റ്റാൻഡുകളുടെ മുകളിലൊക്കെ സൂക്ഷിച്ചു വെച്ച് വീടിന്റെ ഭംഗി കൂട്ടാൻ നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നു. സ്വാഭാവികമായിട്ടും ആ ചെടിക്ക് അതിന്റെ തനതായ ഇടത്ത്, തനതായ രീതിയിൽ വളരാനുള്ള അവകാശവും അർഹതയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ വഴിതിരിച്ചു വിട്ടു. ഒരുപക്ഷെ അങ്ങനെ ആയിത്തീരലായിരിക്കാം അതിന്റെ നിയോഗം എന്ന് നമുക്ക് സമാധാനിക്കാം. പക്ഷെ ഇവിടെ അതിന്റെ വഴിതിരിക്കാൻ നാം ഉപയോഗിച്ച സങ്കേതം എന്താണ്? ഒരു തന്ത്രം നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രകൃതിയുടെ നിയമങ്ങളെ അതിന്റെ തനതായ അവസ്ഥയിൽ വളരുന്ന അല്ലെങ്കിൽ തനതായ അവസ്ഥയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതിന് പകരം അതിനെ മറ്റൊരു വഴിയിലേക്കാകാനായിട്ട് നമ്മുടെ ബോധപൂർവമായിട്ടുള്ള ഒരു ഇടപെടൽ, പ്രകൃതി നിയമങ്ങളെ അറിഞ്ഞുകൊണ്ട് അതിന്റെ ചെറിയ 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 ഭാഗങ്ങളെയെല്ലാം നമുക്ക് യുക്തമാകുന്ന രീതിയിൽ വഴി തിരിച്ചു വയ്ക്കുന്ന ഒരു സങ്കേതം, ഒരു തന്ത്രം അവിടെ ഉണ്ടായി. ഇങ്ങനെ സഹജമായ നമ്മുടെ ജീവിതത്തിൽ വഴിമാറ്റം ഉണ്ടാക്കാനായിട്ട് ബോധപൂർവം നാം സൃഷ്ടിക്കുന്ന തന്ത്രങ്ങളെയാണ് വിദ്യകൾ എന്ന് പറയുന്നത്. പ്രകൃതിയെ അറിഞ്ഞുകൊണ്ടാണ്, പ്രകൃതി നിയമങ്ങളെ അറിഞ്ഞുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് എന്നതുകൊണ്ട് അറിവിന്റെ പ്രയോഗം എന്ന അർത്ഥത്തിലാണ് വിദ്യ അറിയപ്പെടുന്നത്. അറിഞ്ഞത് എന്തിനാണ്? നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു രഹസ്യത്തെ നമ്മൾ അറിയുന്നു എന്നിരിക്കട്ടെ. ആ അറിവ് അനുരൂപനത്തിനു വേണ്ടിയാണ്, പൊരുത്തമാകാൻ വേണ്ടിയാണ്. സന്ദർഭം വരുമ്പോ ആ സുഹൃത്തിനെ കുഴിയിലിറക്കാൻ പാകത്തിൽ, തന്റെ കാര്യപ്രാപ്തിക്ക് വേണ്ടി, കാര്യലാഭത്തിനു വേണ്ടി കുഴിയിലിറക്കാനുള്ള ഒരു കാര്യമായിട്ട് ആ അറിവിനെ ഉപയോഗിച്ചാൽ അത് ചതിയാണ്.
അതുപോലെ തന്നെ ഞാൻ അത്രയും തീവ്രമായ പദങ്ങൾ ഉപയോഗിക്കുന്നത്, ചതി, തന്ത്രം എന്നൊക്കെയുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നത് ആ വിദ്യ എന്നുള്ളതിന്റെ ആ പുണ്യഭാവത്തെ അങ്ങനെയല്ല, അതിന് മറുഭാഗമുണ്ട് എന്നത് അറിയിക്കാനും കൂടെ വേണ്ടിയാണ്. ഉറപ്പായിട്ടും മനുഷ്യൻ യുക്തിയിൽ ജീവിക്കുന്നവനാണ്. യുക്തിയുടെ സ്വാധീനത്താൽ അവന്റെ അഹത്തിൽ ഊന്നിക്കൊണ്ട് അവന്റെ ജീവിതചര്യയെ മുഴുവനായിട്ടും വേറൊരു രൂപത്തിലേക്ക് ആക്കിയിരിക്കുന്നു. അങ്ങനെ ആക്കി ചിട്ടപ്പെടുത്തിയിരുന്ന സംസ്കാരങ്ങൾ ഇവിടെയുണ്ട്, ധർമ്മ സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. പക്ഷെ ഇവയും അതിജീവിച്ചുകൊണ്ട് ഓരോ തവണയും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള, പ്രകൃതി ഉണ്ടാക്കി വെച്ച ചട്ടക്കൂടിനെ നമ്മൾ ഭഞ്ജിച്ചു, അതിനെ വീണ്ടും മുറിച്ച് മാറ്റി പുതിയൊരു രൂപം നൽകി പുതിയ സംസ്കാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും 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 പുതിയ ഘട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് ജൈവതയുടെ സ്വഭാവം തന്നെയാണ്. വികാസം എന്ന് പറയുന്നത് ജൈവതയുടെ സ്വഭാവമാണ്. ഓരോ ജൈവാവസ്ഥയിലും ഓരോ വികാസത്തിലും അത് പുതിയ ഭാവങ്ങൾ ആർജിക്കുക എന്നുള്ളത്, പുതിയ പരിണാമങ്ങളിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളതും ജൈവതയുടെ സ്വഭാവമാണ്. പക്ഷെ അത് നമ്മുടെ നിലനിൽപ്പിൽ നിന്നും നമ്മളെ വഴിമാറ്റി വേറൊരു വഴിയിലേക്ക് എത്തിക്കാനാണ് ഉതകുന്നതെങ്കിൽ ആ തന്ത്രം, ആ ചതി നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ആധുനിക കാലത്ത് വിദ്യ എന്ന് പറയുന്നത് ജീവിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ഒരു സംവിധാനമാണ്. എല്ലാം പാക്കറ്റിലിട്ട് കിട്ടുന്ന ഉപഭോഗ സംസ്കാരത്തിന്റെ കാലത്ത് പാക്കറ്റ് എങ്ങനെ ഉണ്ടാക്കാം, പാക്കറ്റിലാക്കുന്നത് എങ്ങനെയാകാം, പാക്കറ്റിനെ എങ്ങനെ വിപണനം ചെയ്യാമെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇവിടെ നിലനിൽക്കാൻ കഴിയൂ. കടലിന്റെ നടുവിൽ കിടക്കുമ്പോൾ കരയിലെത്തലാണ് ശരിയെന്ന് അറിഞ്ഞാൽ കടല് നിന്നും കരയെത്തും വരെ നീന്തുക മാത്രമേ വഴിയുള്ളൂ എന്ന് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് നമ്മളും ആ വഴി പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അത് സഹജഭാവത്തെ നിരന്തരമായി വഴിതിരിക്കുന്ന സഹജതയുടെ വിഭ്രംശദായകമായ സങ്കേതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വഴിമാറ്റം നൽകുന്ന ഒന്നാണ് വിദ്യ എന്ന് പറയുന്നത്. അപ്പോ ഒരു വഴി, ഒരു സഹജമായ വഴി, സഹജമായ ഒരു ഒഴുക്ക്, താളത്തിന് മാറ്റമുണ്ടാക്കുന്ന അവസ്ഥയാണ്, മാറ്റമുണ്ടായ അവസ്ഥയാണ്, അല്ലെങ്കിൽ മാറ്റമുണ്ടാക്കുന്ന അവസ്ഥയാണ് യുക്തി എന്ന് പറയുന്നത്. ആ യുക്തിക്കായിട്ട് നാം ഒരു ഒഴുക്കിലേക്ക് കല്ലെടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ കല്ലെടുത്ത് വെക്കുക എന്നത് ഒരു തന്ത്രമാണ്. നേരെ പോകുന്നതിനെ വളഞ്ഞ് വളർത്തണമെങ്കിൽ അതിന്റെ മുകളിൽ മറകെട്ടി വെക്കുന്നത് ഒരു തന്ത്രമാണ്. ആ തന്ത്രത്തിനായിട്ട് ഉപയോഗിക്കുന്ന അറിവ്, ആ തന്ത്രത്തിനായിട്ട് ഉപയോഗിക്കുന്ന സങ്കേതം, ആ തന്ത്രത്തിന്റെ പുറകിലുള്ള യുക്തി, അതാണ് വിദ്യ. അപ്പോ അത് നല്ലതിനും ചീത്തയ്ക്കും നമുക്ക് ഉപയോഗിക്കാം എന്നതാണ് മനസ്സിലാക്കേണ്ടത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. വിദ്യയെ, അതായത് വഴിമാറ്റം ഉണ്ടാക്കുന്ന ഒരവസ്ഥയെ എങ്ങനെ അഭ്യസിക്കാം എന്നുള്ളതാണ്. അങ്ങനെ സഹജമായ അവസ്ഥയിൽ ജനിച്ചു വീണ നമ്മൾ ഓരോരുത്തരും, മനുഷ്യകുലം തന്നെ വഴിമാറി മറ്റൊരു വഴിക്കായപ്പോ ഇനി അതല്ല വഴി, പഴയ സഹജാവസ്ഥയാണ് എന്ന് തിരിച്ചറിയുന്ന ഘട്ടത്തിൽ നിന്നും പഴയ വഴിയിലേക്ക് വരാൻ ഒരു പ്രതിസങ്കേതം ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോ നമ്മൾ ഏത് വിദ്യ, ഏത് തന്ത്രം, ഏത് ചതി അതുപയോഗിച്ചാണോ നമ്മൾ മുകളിലോട്ട് കയറിപ്പോയത്, അല്ലെങ്കിൽ വഴിമാറി പുതിയൊരു വഴിക്കായി പോയത്, അവിടെ നിന്നും തിരിച്ച് പഴയ വഴിക്ക് എത്തണമെങ്കിലും ഇതുപോലൊരു സങ്കേതം തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഒരു ഏണി വെച്ച് കയറിപ്പോയാൽ അതിൽ നിന്നും ഇറങ്ങി വരാൻ നമ്മൾ മറ്റൊരു ഏണി, തിരിച്ചിറങ്ങാൻ അനുവദിക്കുന്ന ഒരു ഏണി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അത്തരം ഒരു പ്രതിസങ്കേതമാണ് പ്രതിവിദ്യ എന്ന് പറയുന്നത്. ഇപ്പൊ പ്രതിവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇറങ്ങി വരാൻ കഴിയും. അവിടെയും വിദ്യ എന്നുള്ളത് ഉണ്ടാക്കിയെടുക്കാൻ എന്തെല്ലാം അറിവുകൾ, എന്തെല്ലാം സങ്കേതങ്ങൾ, എന്തെല്ലാം വഴികൾ, എന്തെല്ലാം സമീപനങ്ങൾ നാം കൈക്കൊണ്ടുപോകും, അതിലും വിപുലമായിട്ട് ഒരു സങ്കേതം, തന്ത്രം, വഴി, സമീപനം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതിനെയാണ് പ്രതിവിദ്യ എന്ന് പറയുക. അപ്പൊ പ്രതിവിദ്യയും വിദ്യ തന്നെയാണ്. മുകളിലോട്ട് കയറിപ്പോകുന്നത് പോലെ തന്നെ തിരിച്ചിറങ്ങി വരാനുമുള്ള വിദ്യ തന്നെയാണ്. പക്ഷെ ആ വിദ്യയിൽ ആദ്യത്തെ വിദ്യയെ അറിഞ്ഞതിനേക്കാളും കൂടുതൽ സമഗ്രമായി പ്രകൃതിയുടെ നിയമങ്ങളെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനം ആവശ്യമാണ്. ഒരുപക്ഷെ അവിടെയായിരിക്കണം വിദ്യ അതിന്റെ
സാധൂകരണത്തിലേക്ക് എത്തുക. ഇപ്പോ വിദ്യ എന്ന് പറയുന്നത് അറിഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ അറിഞ്ഞത് ഉപയോഗിച്ചുകൊണ്ട് സഹജമായ അവസ്ഥയെ വഴിമാറ്റാൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ, വഴിമാറിയ അവസ്ഥയാണ് നമ്മുടെ സഹജാവസ്ഥയെന്ന് ധരിക്കുന്ന ഒരു ലോകക്രമത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തിരിച്ചിറക്കി കൊണ്ടുവരാനുള്ള ഒരു പ്രതിസങ്കേതമായി ഈ പ്രതിവിദ്യയെ നമുക്ക് ഉപയോഗിക്കാം. ആ അർത്ഥത്തിൽ വിദ്യ ഉപകാരപ്രദമാണ്. അതല്ലാത്തപ്പോ വിദ്യ എന്നുള്ളത് സംശയിക്കേണ്ടുന്ന, ഭയക്കേണ്ടുന്ന ഒന്നാണ്. നാം വിദ്യാഭ്യാസം നേടിയവരായതുകൊണ്ട് നമുക്ക് ശീലമായതെല്ലാം തന്നെ നല്ലതാണ് എന്ന വ്യാഖ്യാനം, അതുകൊണ്ടാണ് നമുക്ക് വിദ്യയെ തള്ളിപ്പറയാൻ പേടി. വിദ്യ നമ്മളെ വഴിതെറ്റിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചിറങ്ങി വരാൻ ഒരു പ്രതിവിദ്യ നമുക്ക് ആവശ്യമാണ്. ആ പ്രതിവിദ്യയുടെ കാര്യങ്ങളിൽ നമുക്ക് പാഠങ്ങൾ ആവശ്യമാണ്, പഠനങ്ങൾ ആവശ്യമാണ്, പ്രയോഗങ്ങൾ ആവശ്യമാണ്. ആ ഒരർത്ഥത്തിൽ മാത്രം വിദ്യ പ്രതിവിദ്യയാകുമ്പോൾ മാത്രം അത് സാധൂകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമായി തീരുന്നു. അതുകൊണ്ട് മനസ്സിലാക്കുക, ജീവിതത്തിൽ എവിടെയെല്ലാം നിങ്ങൾ വിദ്യകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്, വിദ്യകൾ ഉപയോഗിച്ച് നിങ്ങളെല്ലാം എവിടെയെല്ലാം വഴിമാറിപ്പോയിട്ടുണ്ടെന്ന്, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, വസ്ത്രത്തിന്റെ കാര്യത്തിൽ, വീടിന്റെ കാര്യത്തിൽ, ഉപകരണങ്ങളുടെ കാര്യത്തിൽ, സങ്കേതങ്ങളുടെ കാര്യത്തിൽ, ചിന്തകളുടെ കാര്യത്തിൽ, ബന്ധങ്ങളുടെ കാര്യത്തിൽ, തൊഴിലിന്റെ കാര്യത്തിൽ, സുസ്ഥിരതയുടെ കാര്യത്തിൽ, സ്വാശ്രയത്വത്തിന്റെ കാര്യത്തിൽ എല്ലാം തന്നെ നിങ്ങൾ എങ്ങനെയാണ് വഴിമാറിപ്പോയത്, ഇതിനെല്ലാം ഉപയോഗിക്കപ്പെട്ട വിദ്യ എന്തെന്ന് അറിഞ്ഞ് അതിലും വിപുലമായി സമഗ്രമായി നിങ്ങൾക്ക് ബോധ്യമായാലും അത്തരത്തിൽ രൂപകൽപ്പന ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ പ്രതിവിദ്യ എന്തെന്ന് ബോധ്യമാവുകയുള്ളൂ, അത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള തിരിച്ചറിവിന് വേണ്ടുന്ന നിരീക്ഷണം സുസ്ഥിര ജൈവ സമൂഹത്തിലെ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ, ജീവിതാരോഗ്യത്തെ പുനരാവിഷ്കരിക്കാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.